അൺഎക്സ്പെക്റ്റഡ് റെസിപ്പിയൻസ് ഓഫ് ഗോഡ്സ് പവർ. ഈ സമൂഹത്തിൽ സഭയുടെ സ്ഥാനം എന്താണ്? ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എല്ലാവരുടെയും കണ്ണ് യേശുവിങ്കൽ പതിഞ്ഞു. എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഇന്ന് പകൽക്കാലം ഒരു വേദഭാഗത്തിൽ നിന്ന് ചില വചനങ്ങൾ ദൈവഹിതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 16 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. അവൻ വളർന്ന നസ്രത്തിൽ വന്നു, ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കുകയിൽ ഈ തിരുവെഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിൻ്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കവർന്നഹൂമിൽ ഉണ്ടായി കേട്ടത് എല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്തെങ്കും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം എലീശാ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി നടന്ന് പോയി. ഈ വചനങ്ങൾ വായിച്ചപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ച് കാണും, ഒരു ഉണർവ് പ്രസംഗത്തിനുള്ള സ്കോപ്പ് ഇതിനകത്തില്ല, അല്ലെങ്കിൽ ഒരു വിടുതൽ പ്രസംഗത്തിനുള്ള ഒരു സ്കോപ്പ് ഇതിനകത്തില്ലല്ലോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ച് കാണും. സുവിശേഷങ്ങളിലുള്ള എല്ലാ വാക്യങ്ങളും നിരന്തരം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാം. നമുക്ക് യൂട്യൂബിലെല്ലാം പ്രസംഗങ്ങൾ കേൾക്കാം. എന്നാൽ ഈ ഒരു വേദഭാഗത്തിനെ അടിസ്ഥാനമാക്കി ഒരു അധികം പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. യേശു കർത്താവ് തൻ്റെ ജന്മനാടായ നസ്രത്തിൽ ചെയ്ത ഒരു പ്രസംഗമാണ് ഇത്. ആ ഒരു പ്രസംഗത്തിൽ നിന്ന് അത് പഠിക്കുവാണെങ്കിൽ ചില കാര്യങ്ങൾ ഇന്നത്തെ സഭയ്ക്കും ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്കും മനസ്സിലാക്കാനായിട്ടുണ്ട്, ദൈവത്തിന് നമ്മോട് സംസാരിക്കാനായിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇതാണ് ഇന്ന് പകൽക്കാലം ദൈവം സഭയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഈ ഒരു പശ്ചാത്തലം, യേശു കർത്താവ് നസ്രയത്തിൽ താൻ ജനിച്ചു വളർന്ന നസ്രയത്തിൽ ചെന്ന് അവിടെ ഒരു സിനഗോഗിൽ, അന്ന് സാബത്താണല്ലോ, ശനിയാഴ്ചത്തെ സർവീസ് അറ്റൻഡ് ചെയ്യുന്നു. ഈ ഒരു സംഭവം നമുക്ക് 3 ഗോസ്പലിലും കാണാനായിട്ട് സാധിക്കും. മത്തായിയും ഇത് എഴുതിയിട്ടുണ്ട്, മർക്കോസും ഇത് എഴുതിയിട്ടുണ്ട്. എന്നാലൊരു ചെറിയ വ്യത്യാസമുള്ളത്, മത്തായിയും മർക്കോസും യേശു കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങി കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ലൂക്കോസ് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലത്ത് തന്നെ നടന്നതായി എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംഭവത്തെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം, ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് മത്തായിയുടെ സുവിശേഷത്തെക്കുറിച്ചും മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും അറിവുള്ളപ്പോൾ തന്നെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് എഴുതുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു തിയോളജിക്കൽ തീം അവതരിപ്പിക്കാനാണ് ഇത് ആദ്യമേ തന്നെ ലൂക്കോസ് ഈ ഒരു ഭാഗം തൻ്റെ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിനും അപ്പോസ്തല പ്രവൃത്തികൾക്കും അതിൻ്റെ ഒരു ഫോക്കസ് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഞാനതിലേക്ക് വരാം.
അതിൻ്റെ 16-ാമത്തെ വാക്യം നോക്കിയാൽ, അവൻ വളർന്ന നസ്രത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ലൂക്കോസ് പറയുകയാണ്, താൻ നസ്രയത്തിലേക്ക് തിരിച്ചു വന്നു. തൻ്റെ ജന്മസ്ഥലമാണ്. അവിടെ അന്ന് വന്ന ദിവസം അന്ന് ശാബത്ത് ദിവസമായിരുന്നു. തൻ്റെ പതിവ് പോലെ യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ സിനഗോഗിലേക്ക് കടന്നുപോയി. അപ്പോൾ ഈ ലോകത്ത് ആർക്കെങ്കിലും പള്ളിയിൽ പോകണ്ട എന്നുണ്ടെങ്കിൽ അതാരായിരിക്കും? അത് യേശു കർത്താവായിരിക്കും. പക്ഷേ പുള്ളിക്കാരൻ പതിവ് പോലെ ആ ശാബത്ത് ദിവസം ആ പള്ളിയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. മഴയായാലും ചൂടായാലും മറ്റു പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പതിവ് ഒരുപക്ഷെ ചെറുതിലേ തന്നെ തുടങ്ങിയ പതിവായിരുന്നിരിക്കാം. താൻ ആ നാട്ടിലാണല്ലോ ജനിച്ചു വളർന്നത്. അപ്പോൾ എപ്പോൾ ആ നസ്രയത്തിൽ തിരിച്ചെത്തിയാലും ശനിയാഴ്ച ദിവസം യേശു കർത്താവ് ആ സിനഗോഗിൽ ഉണ്ടാകും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ യേശു കർത്താവ് ചെറിയ ചെറിയ മാതൃകകൾ വിശ്വാസികളായി നമുക്ക് വെച്ചിട്ട് പോയിട്ടുണ്ട്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ആർക്കെങ്കിലും സ്നാനപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ ആരായിരിക്കും? കർത്താവിന് സ്നാനപ്പെടണ്ടായിരുന്നില്ലേ? എന്നിട്ടും കർത്താവ് സ്നാനപ്പെട്ട് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു, സകല നീതിയും നിവർത്തിച്ചു. ഇൻ കേസ് കർത്താവ് സ്നാനപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ നമ്മുടെ നാമധേയ സഭകളെല്ലാം ആ കാരണം പറഞ്ഞിട്ട് സ്നാനത്തെ എതിർത്തേനെ. അതുപോലെ എന്താണ്, ആർക്കെങ്കിലും പ്രാർത്ഥിക്കേണ്ട എന്നുണ്ടെങ്കിൽ ആർക്കായിരിക്കും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാത്തത്? അത് യേശു കർത്താവിനാണില്ലേ? താൻ ദൈവപുത്രനാണ്. പക്ഷേ താൻ അതിരാവിലെയും രാത്രിയും എല്ലാം വേറിട്ട് പോയി പ്രാർത്ഥിച്ച് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ആ ശാബത്ത് ദിവസം ശനിയാഴ്ച ദിവസം താൻ ആ പള്ളിയിലെത്തി. ഞാൻ വായിക്കാനിടയായത്, ആ പള്ളി അത് വീണ്ടും എക്സ്കവേറ്റ് ചെയ്ത് ആ സിനഗോഗിനെ റിക്രിയേറ്റ് ചെയ്ത് അതവിടെ ഇപ്പോൾ ഉണ്ട്. ഇസ്രായേലിൽ സന്ദർശിക്കുന്നവർക്ക് അത് കാണാനായിട്ട് കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഒരു ജനം, അവർ യേശു കർത്താവിനെ മറ്റേ നിക്കറിട്ട് നടന്ന പ്രായം മുതൽ കാണുന്ന ആൾക്കാരാണ്. യേശു കർത്താവിനെ കണ്ട് യേശു കർത്താവ് വളർന്ന് അങ്ങനെയുള്ള ആൾക്കാരാണ് ആ സിനഗോഗിൽ ഉള്ളത്. അവിടേക്കാണ് യേശു കർത്താവ് മടങ്ങിപ്പോകുന്നത്. ചിലപ്പോൾ അവരുടെയൊക്കെ ചില വീട്ടിലെ മറ്റേ ഓടിൻ്റെ ആ കാർപ്പൻ്റർ വർക്കിന് യേശു കർത്താവ് പോയിട്ടുണ്ടാകും. ചിലരുടെ വീട് തന്നെ പണിതത് ചിലപ്പം യേശു കർത്താവായിരിക്കും. ആ ഒരു ഗ്രൂപ്പിലേക്ക്, ആ ഒരു കോൺഗ്രിഗേഷനിലേക്ക് യേശു കർത്താവ് മടങ്ങി പോവുകയാണ്. അതിൻ്റെ തൊട്ടു മുകളിലുള്ള വാക്യം നോക്കുമ്പോൾ നമുക്കറിയാം, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്ന് അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. ഇവിടേക്ക് മടങ്ങി വന്നിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പണ്ട് നിക്കറിട്ട് നടന്ന യേശു കർത്താവല്ല, അല്ലെങ്കിൽ പണ്ട് കാർപ്പൻട്രി വർക്ക് നടന്ന യേശു കർത്താവല്ല. അദ്ദേഹം ഇപ്പോൾ ഒരു ലോക്കൽ സെലിബ്രിറ്റിയാണ്, ഇല്ലേ? ഗലീലയിലും കവർന്നഹൂമിലെല്ലാം ചെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ വചനം സംസാരിക്കുകയും പള്ളികളിൽ ഉപദേശിക്കുകയും കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുക്കുകയും കേൾവിയില്ലാത്തവർക്ക് കേൾവി കൊടുക്കുകയും എല്ലാവിധ രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ പോലും ഉയർപ്പിക്കുകയും ചെയ്ത ഒരു സെലിബ്രിറ്റിയാണ് സ്വന്തം ഹോം ടൗണിലേക്ക് വന്നിരിക്കുന്നത്. ഈ വലിയ പാസ്റ്റർമാരെല്ലാം തിരുവനന്തപുരത്ത് വന്നിട്ട് ഇതെൻ്റെ ഹോം ചർച്ചാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതുപോലെ. അപ്പോൾ അവിടെ യേശു കർത്താവ് ചെന്നപ്പോൾ അവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല. ആരെങ്കിലും എന്തായാലും യേശു കർത്താവ് വന്നല്ലോ, ഇത്ര ഒരു മഹത് വ്യക്തിയാണ്, എന്നാൽ ഇന്നത്തെ പ്രസംഗം യേശു കർത്താവ് ചെയ്യട്ടെ എന്ന് ആരെങ്കിലും വിളിച്ചതാണോ, അതോ യേശു കർത്താവ് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പോയതാണോ എന്ന് നമുക്കറിയത്തില്ല. 17-ാമത്തെ വാക്യം നമുക്ക് കാണാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. അപ്പോൾ സിനഗോഗിലെ ഒരു സർവീസിൽ അവിടെ പ്രാർത്ഥനകളുണ്ട്, സങ്കീർത്തനമുണ്ട്, പിന്നെ അതിനുശേഷം മോശയുടെ പുസ്തകങ്ങളിൽ നിന്നുള്ളൊരു വായനയുണ്ട്, അതിനുശേഷം പ്രവാചക പുസ്തകങ്ങളിൽ നിന്നുള്ളൊരു വായനയുണ്ട്, അതിനുശേഷം പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയാണ് പൊതുവെ സിനഗോഗിലെ സർവീസുകളെല്ലാം നടക്കുന്നത്. ഇവിടെയും യേശു കർത്താവ് മുന്നോട്ട് ചെന്നു, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു. അതിനുശേഷം അവൻ അവിടെ ഇരുന്നു. എന്താ വായിച്ചത്? അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ അത് പറയുന്നുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു.
അപ്പോൾ യെശയ്യാവിൻ്റെ ആ ഒരു ചുരുൾ, അന്ന് ഇതുപോലെ ബൈബിളില്ലല്ലോ, ആ ചുരുള് യേശു കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ താൻ യെശയ്യാവിൻ്റെ 61 അധ്യായം തുറന്ന് അതിൽ നിന്ന് ഒരു വചനം വായിച്ചതിന് ശേഷം ഇരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, പണ്ടൊക്കെ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇരുന്നാണ് സംസാരിച്ചിരുന്നത് അല്ലേ? അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ബൈബിൾ സ്റ്റഡി അല്ലെങ്കിൽ ഒരു ടീച്ചിങ് നടത്തണമെങ്കിൽ വാസ്തവത്തിൽ എല്ലാവരും കൂടെ കൂടി ഇരുന്നാലാണ് സാധിക്കുന്നത്. പിന്നെയാണ് നമ്മൾ പ്രസംഗമെല്ലാം നിന്നായത്. ചിലർ ഓടി നടന്ന് പ്രസംഗിക്കും. അപ്പോൾ ഇരുന്ന് പ്രസംഗിക്കാൻ നമ്മൾ മറന്നുപോയി. എന്തായാലും പൗലോസൊന്നും ഓടി നടന്നല്ല പ്രസംഗിച്ചതെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ ഓടി നടന്ന് പ്രസംഗിച്ചിരുന്നെങ്കിൽ പുറകിരുന്ന് ഒരാൾ ഉറങ്ങത്തില്ലായിരുന്നല്ലോ. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് ഒരിടത്ത് ഇരുന്നായിരിക്കും പ്രസംഗിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ എന്ത് ചെയ്തു, സൺഡേയിലെ പ്രസംഗത്തെ ഒരു പെർഫോമൻസ് ആക്കി ബൈബിൾ സ്റ്റഡി നമ്മൾ ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ ആക്കി അങ്ങ് മാറ്റി അല്ലേ? അതാണ് ബൈബിൾ സ്റ്റഡി. അതിൽ 4, 3, 7 പേര് വരും. അവസാനം ആർക്കും വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതിനെ ഓൺലൈനാക്കി മാറ്റി. അപ്പോൾ 5 പേര് ഓൺലൈനിൽ കയറും. നമ്മൾ ബൈബിൾ സ്റ്റഡി അങ്ങ് മാറ്റി വെച്ചു. ഞായറാഴ്ച ഒരു പെർഫോമൻസ്, അന്ന് ബൈബിൾ സ്റ്റഡി അല്ലാതാക്കി മാറ്റി. എന്തായാലും പഴയ ഇതിലേക്ക് മടങ്ങിപ്പോയാൽ നല്ലതായിരിക്കും എന്ന് ചിന്തിക്കുന്നു. നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ ഒരു വേദഭാഗം ഇത് അവിടെ ഇരിക്കുന്ന ജനത്തെ സംബന്ധിച്ചിടത്തോളം, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള, ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. അതെന്താണ്? മെശിഹായെക്കുറിച്ചുള്ള ഒരു വേദഭാഗമാണ്. മെശിഹായുടെ വരവിനെ കുറിച്ചുള്ള ഒരു വേദഭാഗമാണ് അവിടെ നമുക്ക് കാണാവുന്നത്. പ്രത്യേകിച്ച് നസ്രയത്തിലുള്ള ജനം എന്ന് പറയുന്നത് അവർ ജെറുസലേം സിറ്റിയിലുള്ള ആൾക്കാരെ പോലെ അത്ര അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, അല്ലെങ്കിൽ അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ല, അത്ര പണക്കാരല്ല. അതുമാത്രമല്ല, ജെറുസലേമിലെ ആൾക്കാരെ, ഈ നസ്രയത്തുകാരെ കാണുന്നത് പുറമ്പോക്കുകാരെ പോലെയാണ് കാണുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ നസ്രയത്തുകാർ ഇരിക്കുന്നത്. അതുമാത്രമല്ല, വേറെന്താ പ്രശ്നം? റോമൻ പട്ടാളത്തിൻ്റെ കീഴിലാണ് ഭരണമെല്ലാം നടക്കുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും മിലിറ്ററിക്കാരാണ്. ആ ഒരു ഒപ്രഷനിലൂടെയാണ് നസ്രയത്ത് കടന്നു പോകുന്നത്. ആ സമയത്താണ് ഇവരെല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മെശിഹായുടെ വരവിനെക്കുറിച്ച് യെശയ്യാവ് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ലോക്കൽ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഹോം ടൗൺ ബോയ് വന്ന് വായിക്കുന്നത്. അപ്പോൾ ഇവർക്കത് പെട്ടെന്ന്, നമുക്ക് ഒരു പക്ഷേ ഇത് ക്യാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ ആ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വ്യക്തി വായിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുവാണ്. വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരു വലിയ സംവത്സരങ്ങൾ ദൈവത്തിൽ നിന്നൊരു ശബ്ദവും കേൾക്കാനില്ല, പ്രവാചകന്മാരില്ല. ആ ഒരു സാഹചര്യത്തിൽ എവിടെ നിന്ന് വിടുതൽ വരും എന്ന് പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരാൾ വായിക്കുകയാണ് ഈ ഒരു മശിഹായുടെ വരവിനെക്കുറിച്ചുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കണ്ണ് യേശുവിങ്കൽ പതിഞ്ഞു. എന്തായിരിക്കും പറയാൻ പോകുന്നത് അല്ലേ? ഈ ഒരു മശിഹായുടെ വരവിനെക്കുറിച്ച്, ഞങ്ങളുടെ വിടുതലിനെക്കുറിച്ച്, ഞങ്ങളുടെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിനെക്കുറിച്ച്, ഞങ്ങളുടെ എക്കണോമിക് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷനിൽ നിന്നുള്ള വിടുതലിനെക്കുറിച്ച് യേശു കർത്താവ് എന്തായിരിക്കും പറയാൻ പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ആ യേശു കർത്താവിനെ തന്നെ നോക്കി ഇരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ ഒരു ആമുഖമാണ് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ തിയോളജി പാർട്ടിലേക്ക് ഞാൻ പോകുന്നതേ ഇല്ല. അവിടെ യേശു കർത്താവ് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അവിടെ മശിഹായുടെ വരവിനെക്കുറിച്ച് പറയുന്നുണ്ട്. മശിഹ വന്നാൽ എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രസാദ വർഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രസാദ വർഷം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് മോശ കൊടുത്ത നിയമങ്ങളിൽപ്പെട്ട ഒന്നാണ്. 50 വർഷം തികയുമ്പോൾ ഒരു വിടുതൽ കിട്ടുന്ന ഒരു ലീഗൽ സിസ്റ്റമാണ് ഈ പ്രസാദ വർഷം എന്ന് പറയുന്നത്. ഞാൻ ഇത് സംബന്ധിച്ച് എന്താണ് ഈ പ്രസാദ വർഷം എന്ന് നോക്കാൻ വേണ്ടി ഗൂഗിളിലൊക്കെ തിരഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കൂടെ മനസ്സിലായത്. യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ആ ഒരു 50 ഇയർ ജൂബിലി ഇയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. യേശു കർത്താവ് ശുശ്രൂഷ തുടങ്ങുന്ന ആ വർഷം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ കണക്ക് പ്രകാരം ആ ജൂബിലി ഇയർ ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് വരുവാണ് യേശു കർത്താവിനെ പള്ളിയിൽ പ്രസംഗിക്കാനായിട്ട് വിളിച്ചപ്പോൾ താൻ ആ മശിഹയെക്കുറിച്ചുള്ള ഭാഗം തന്നെ എടുക്കുകയും ആ ജൂബിലി ഇയറിനെ കുറിച്ചുള്ള ഭാഗം തന്നെ എടുക്കുകയും അത് വായിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളിപ്പോൾ കേട്ടില്ലേ വചനം? ആരാ എഴുതിയത്? യെശയ്യാവ്. ആരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വായിച്ച് കേട്ട അല്ലെങ്കിൽ മെശിഹായെക്കുറിച്ച് നിങ്ങൾ കാത്തിരിക്കുന്നു, ആ മെശിഹ ഞാനാണ് എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം
യേശു കർത്താവ് ആ ഒരു സിനഗോഗിൽ ചെയ്യുകയാണ്. അപ്പോൾ ഈ മെസ്സിഹായെക്കുറിച്ചുള്ള യഹൂദ ജനത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അത് നമുക്ക് അൺഇമാജിനബിൾ ആണ്. എന്തോ ഒരു വലിയ ഒരു ദൈവത്തിൻ്റെ ഒരു അവതാരം ഉണ്ടാവുകയും ശത്രുക്കളെയെല്ലാം, ചുറ്റുമുള്ള ശത്രുക്കളെയെല്ലാം കീഴടക്കി ഇസ്രയേലിനെ ഒരു സൂപ്പർ പവറാക്കി മാറ്റും എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് ഒരു നസ്രയത്തിൽ തന്നെ സ്വന്തം തൊട്ടപ്പുറത്തെ വീട്ടിൽ ജനിച്ച് വളർന്ന ഒരു പയ്യൻ കുറച്ച് അത്ഭുതങ്ങളൊക്കെ കഫർനഹൂമിൽ കാണിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് പറയുകയാണ്, ഞാനാണ് മശിഹ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള ഒരു വലിയ ഒരാൾ, നമ്മുടെ സഭയിലുണ്ടായിരുന്ന ഒരാൾ ഇവിടെ നിന്ന് പോയി തിരിച്ച് ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ തിരിച്ച് വന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഓ, ഇനി ഇദ്ദേഹമുണ്ട്, എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഇദ്ദേഹത്തിലൂടെ നേടിയെടുക്കാം എന്ന് ചിന്തിച്ചതുപോലെ ഒരു പക്ഷേ ആ യഹൂദന്മാർ ചിന്തിച്ച് കാണും, ഇത് കൊള്ളാമല്ലോ, നസ്രത്തിൽ നിന്നുള്ള ഒരു വ്യക്തി മെസ്സിഹായായിട്ട് അവതരിക്കുമ്പോൾ തീർച്ചയായിട്ടും നസ്രത്തുകാർക്കൊരു പ്രാധാന്യം ഉണ്ടാകും. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നസ്രത്തിനൊരു മേൽക്കോയ്മയുണ്ടാകും. ഞങ്ങൾ ഇസ്രയേലിനെ, മറ്റ് ജെറുസലേമിനെ, മറ്റുള്ളവരെയെല്ലാം ഞങ്ങൾ ഭരിക്കും, അല്ലെങ്കിൽ മറ്റ് ശത്രുക്കളെയെല്ലാം ഞങ്ങൾ ഭരിക്കും എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ഇവരുടെ ഉള്ളിലേക്ക് ഇത്തരം ചിന്തകൾ കടന്നു വരികയും അവർ പറയുകയാണ്, നല്ല വാക്കുകൾ, ലാവണ്യ വാക്കുകൾ, അത് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ ഈ ലാവണ്യ വാക്കുകൾ അധിക നേരം നിന്നില്ല. ഇവരുടെ ഉള്ളിൽ സംശയം വരാനായിട്ട് തുടങ്ങി. എന്നാലും ഈ പയ്യന് മശിഹ ആകാനായിട്ട് പറ്റുമോ? ജോസഫിൻ്റെ മോനല്ലേ, എങ്ങനെ മശിഹായാകുന്നത്? നമ്മളെയൊക്കെ വിടുവിക്കാൻ, ഈ ഒരു റോമൻ ഭരണത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഓപ്പറേഷനിൽ നിന്നെല്ലാം വിടുവിക്കാൻ ഈ മശിഹായ്ക്ക് കഴിയുമോ എന്നുള്ള രീതിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനായിട്ട് തുടങ്ങി. അവരുടെ ഉള്ളിൽ സംശയം വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ യേശു കർത്താവിന് മനസ്സിലായി. യേശു കർത്താവ് അതിന് മറുപടിയായിട്ട് പറയുന്ന അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. യേശു കർത്താവ് 23-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർനഹൂമിൽ ഉണ്ടായി കേട്ടത് എല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. അവൻ അവരോട്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർനഹൂമിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും നിശ്ചയം. ഇവിടെ ഈ ഒരു ഭാഗം കൊണ്ട് യേശു കർത്താവ് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ മനസ്സിലുള്ളൊരു ചിന്തയാണ്. അത് യേശു കർത്താവ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. എന്താണ് ആളുകളുടെ മനസ്സിലുള്ള ചിന്ത? ഈ ഒരു യേശു കർത്താവ് കഫർനഹൂമിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം പോയി കഫർനഹൂമിൽ വളരെ ഒട്ടും ഡിസേർവ്ഡ് അല്ലാത്തവരെല്ലാം സൗഖ്യമാക്കി, അവർക്കെല്ലാം വിടുതൽ കൊടുത്തു, അവർക്കെല്ലാം രോഗം മാറ്റി ഇവിടെ വന്നിരിക്കുമ്പോൾ ഇനി ഇത് സ്വന്തം വീടാണ് ഇല്ലേ? അപ്പോൾ ആദ്യം സ്വന്തം വീട്ടിലുള്ളവർക്ക് എത്ര അധികം അത്ഭുതങ്ങളെ ചെയ്യണം. അതാണ് അവരുദ്ദേശിച്ചത്, വൈദ്യ, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ളത്. എന്നിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് എന്താണ്? കഫർനഹൂമിൽ ചെയ്ത അത്ഭുതങ്ങളെക്കാൾ ഉപരിയായിട്ട് കുറേ അത്ഭുതങ്ങൾ യേശു കർത്താവ് ഇപ്പോൾ ഈ നസ്രയത്തിൽ, ഈ സിനഗോഗിൽ അല്ലെങ്കിൽ നസ്രയത്തിന് വേണ്ടി ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ, ഒരു ആവശ്യം അവരുടെ ഉള്ളിൽ നിന്ന് വരികയാണ്. അതാണ് യേശു കർത്താവ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ യേശു കർത്താവിനെ പരീക്ഷിക്കുന്നതിന് തുല്യമായിട്ടാണ് യേശു കർത്താവ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് വളരെ ശക്തമായിട്ട് ഈ രീതിയിൽ തിരിച്ച്, അങ്ങനെ വിടാൻ ഒരുക്കമല്ല എന്നുള്ള രീതിയിൽ തിരിച്ച് യേശു കർത്താവ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു കർത്താവിൻ്റെ ഒരു ടെംപ്റ്റേഷനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഈ ഒരു പാസേജിൽ നിന്ന് മാറി യേശു കർത്താവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷണത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ വേഗം മടങ്ങി വരാം. മത്തായി 4-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ചതിന് ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. എല്ലാവർക്കും വളരെ പരിചിതമായ വേദഭാഗമാണ്. ഇവിടെ പരീക്ഷകൻ അല്ലെങ്കിൽ പിശാച് വന്ന് നീ ദൈവപുത്രനല്ല എന്നൊന്നും പറയുന്നില്ല. മറിച്ച് എന്താണ് പറയുന്നത്? നീ ദൈവപുത്രനല്ലേ, നിനക്ക് വിശക്കുമല്ലേ, എന്നാൽ ഈ കല്ലുകളെ ഒന്ന് അപ്പമാക്കി ഭക്ഷിച്ചുകൂടെ എന്നാണ് അവിടെ പറയുന്നത്.
അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും വിശക്കുന്നത് ഒരു കുറ്റമല്ല, പ്രത്യേകിച്ച് 40 ദിവസം ഒന്നും കഴിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും വിശക്കും. കഴിക്കാൻ എന്തെങ്കിലും സംഘടിപ്പിക്കുക എന്നുള്ളതും വലിയ കുറ്റമല്ല, ഇല്ലേ? യേശു കർത്താവ് തന്നെ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ടുണ്ട്. ദൈവം തന്നെ മന്ന കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തിട്ടുണ്ട്. അപ്പം ഭക്ഷണവും വെള്ളവും കൊടുക്കുന്നതും ഒരു വിഷയമല്ല. എന്നാൽ ഇവിടെ യഥാർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പരീക്ഷകൻ പരീക്ഷിക്കുന്നത് കർത്താവിൻ്റെ ഒരു സ്പിരിച്വൽ നേച്ചർ, അത് മെറ്റീരിയലായിട്ടുള്ളൊരു ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പിശാച് പരീക്ഷിക്കുന്നത്. പലപ്പോഴും നമ്മളും ദൈവത്തെ പരീക്ഷിക്കുന്നതും ഏതാണ്ട് ഇതേപോലൊക്കെ തന്നെയാണ്. കല്ലുകൾ അപ്പമായിട്ട് തീരാനായിട്ട് ഒരു പക്ഷേ നമ്മളും പ്രാർത്ഥിക്കാറുണ്ട്. എങ്ങനെയെന്ന് ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമ്മളും ചിന്തിക്കാറുണ്ട്, ഈ കല്ലങ്ങ് അപ്പമായിട്ട് തീർന്നാൽ പ്രശ്നമില്ലല്ലോ, ഇല്ലേ? എന്തിനാണ് ഈ പ്രയാസം? കർത്താവ് വിചാരിച്ചാൽ ഈ പ്രയാസം എല്ലാം മാറും. ഒരു വാക്ക് കർത്താവ് കൽപ്പിച്ചാൽ മതി, കല്ലെല്ലാം അപ്പമായിട്ട് തീരും, ഞങ്ങൾക്ക് ഭക്ഷിക്കാം, സുഖമായിട്ട് ജീവിക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സ്കെയേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഭക്ഷണമില്ലായ്മയുടെ അവസ്ഥയിൽ ദൈവം എത്തിച്ചത്? ഞാനത് സിംബോളിക്കായിട്ട് പറയുവാണ്, ഫിസിക്കലി ഭക്ഷണത്തിൻ്റെ കാര്യമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഭക്ഷണമില്ലാത്തൊരവസ്ഥയിൽ ദൈവം എത്തിച്ചത്? ദൈവത്തിന് ഇതിൽ നിന്ന് എന്താണ് എന്നെ പഠിപ്പിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുവാണ് കല്ല് അപ്പമായി തീരുന്നതിനേക്കാളും പ്രധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പറയാറുണ്ട് ജഡമോഹം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ജഡമോഹം എന്ന് പറയുന്നത് ഈ സെക്ഷൽ ഡിസൈഡ്സ് മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല, മറിച്ച് ഫിസിക്കലി ഉള്ള നമ്മുടെ മീൻസിനപ്പുറമായിട്ടുള്ള നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ജഡമോഹങ്ങളിൽ തന്നെയാണ് വരുന്നത്. എനിക്ക് 50,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപയെ ശമ്പളം ഉള്ളെങ്കിൽ ഇനോവ മറ്റേ ഹൈബ്രിഡ് തന്നെ വേണം എന്ന് ആഗ്രഹിച്ചാൽ അത് ജഡമോഹം തന്നെയാണ്. എൻ്റെ മീൻസിനപ്പുറമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം ജഡമോഹം തന്നെയാണ്. എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഞാൻ ക്രെഡിറ്റ് കാർഡിലൂടെയും പേഴ്സണൽ ലോൺ എടുത്തും ഈ ലോൺ എടുത്തും എല്ലാം ഞാൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ജഡമോഹം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് കർത്താവ് കൊടുക്കുന്ന മറുപടി എന്താണ്? അതിന് അവൻ 4-ാം വാക്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനവും കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് ഒരു റെഫറൻസ് പറയുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് പിശാചിനോട് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വിശപ്പ് മാറുന്നതിനേക്കാളും പ്രാധാന്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം അറിയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം അറിയുക എന്നുള്ളതാണ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുക എന്നുള്ളതാണ് അതിനേക്കാളും പ്രധാനം എന്നുള്ളതാണ് പരീക്ഷകനോട് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പരീക്ഷകളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സുപ്രഭാതത്തിൽ കല്ലുകളെല്ലാം അപ്പമായിട്ട് മാറാനല്ല, മറിച്ച് എന്തിനാണ് ഈ കല്ലുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. വീണ്ടും ആ 2ാമത്തെ ഒരു പരീക്ഷയും കൂടെ വേഗത്തിൽ പറഞ്ഞ് ഞാൻ പഴയ പാസേജിലേക്ക് മടങ്ങി വരാം. പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. ഇത് ദൈവത്തെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അഥവാ ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ പിശാച് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ യേശു എന്നാ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എടുത്ത് ചാടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പിതാവായ ദൈവത്തിന് യേശു കർത്താവിനെ സംരക്ഷിക്കേണ്ടി വന്നേനെ, ഇല്ലേ? യേശു കർത്താവിൻ്റെ കാൽവരി ക്രൂശ് മരണമൊക്കെ നടക്കണമല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും പിതാവായ ദൈവം സംരക്ഷിച്ചേനെ. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, താൻ ദൈവപുത്രനാണ് എന്ന് തെളിയിക്കുവാൻ യേശു കർത്താവിന് എടുത്ത് ചാടേണ്ട ആവശ്യമൊന്നുമില്ല. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? യേശു കർത്താവ് എടുത്ത് ചാടുകയും ഒരു പ്രശ്നമില്ലാതെ ലാൻഡ് ചെയ്യുകയും ചെയ്താൽ എല്ലാവരും അറിയും ഇതൊരു സൂപ്പർമാൻ തന്നെ, ഇതൊരു ദൈവപുത്രൻ തന്നെ എന്ന് അവരെല്ലാവരും അറിയുകയും കാൽവരി ക്രൂശിൻ്റെ പോലും ആവശ്യം ഒരു പക്ഷേ ഉണ്ടാകത്തുമില്ലായിരുന്നു എന്നുള്ളതായിരിക്കാം മനുഷ്യർ ചിന്തിക്കുന്നത്. എന്നാൽ യേശു കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവികമായ ചിന്തകൾ അങ്ങനെയല്ല എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മളും ചിലപ്പോഴൊക്കെ കർത്താവിനോട് എടുത്ത് ചാടാനായിട്ട് പറയാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം.
ഇല്ലേ? എങ്ങനെയെന്ന് ചോദിച്ചാൽ, ദൈവമേ നീ ഇതെനിക്ക് ചെയ്തു തരുമെങ്കിൽ നീ ദൈവമെന്ന് സകലരും അറിയും, നിൻ്റെ മഹത്വം എല്ലാവരും അറിയും, എൻ്റെ ബന്ധുക്കൾ അറിയും, എൻ്റെ നാട്ടുകാരറിയും, നീയാണിത് ചെയ്തതെന്നറിയും, ഇല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്ത് തന്നിട്ട് താൻ ദൈവമാണെന്ന് തെളിയിക്കേണ്ട ഒരു കാര്യം യേശു കർത്താവിനില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന ഒരു വേദഭാഗം കോട്ട് ചെയ്തിട്ടാണ് യേശു കർത്താവ് പരീക്ഷകൻ്റെ വായ അടയ്ക്കുന്നത്. ആ ഒരു ഭാഗവും പഴയ നിയമത്തിൽ നിന്നാണ് യേശു കർത്താവ് കോട്ട് ചെയ്യുന്നത്. ഞാനത് വിശദീകരിക്കുന്നില്ല. പുറപ്പാട് പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്ക നിമിത്തം അവൻ ആ സ്ഥലത്തിന് മസ്സ എന്ന് പേരിട്ടു. എന്തായിരുന്നു പരീക്ഷ? യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ആ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഒരു കലഹം അല്ലെങ്കിൽ ഒരു കലക്കം. അവർക്ക് അറിയേണ്ടത് ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് അറിയണം. കുറച്ചു മുമ്പ് മന്ന കൊടുത്ത് ആ മന്ന ദഹിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ ഒരു വെള്ളത്തിന് വേണ്ടിയിട്ട് അവർ കലക്കമുണ്ടാക്കുന്നത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ വെള്ളം ഞങ്ങൾക്ക് കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോൾ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരീക്ഷകളെല്ലാം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ വെക്കുന്നു എന്നുള്ളത് ഓർത്തുകൊള്ളുക. യേശു കർത്താവിൻ്റെ ആ ഒരു പഴയ പാസേജിലേക്ക് ഞാൻ മടങ്ങി വരുവാണ്. 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് പറയാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നസ്രയത്തുകാർ പറയുകയാണ്, എന്താണ്, നീ നസ്രയത്തുകാരനാണല്ലോ, നീ ഞങ്ങളുടെ ആളാണല്ലോ, നീ ഒരുപാട് അത്ഭുതങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ, ഇനി നീ ഞങ്ങൾക്ക് വേണ്ടി കുറേ അത്ഭുതങ്ങളെല്ലാം ചെയ്യുക, ഞങ്ങളെ ഒന്ന് വിടുവിക്കുക, ഞങ്ങളെ ഒന്ന് ഞങ്ങൾ വേണമെങ്കിൽ നിന്നെ രാജാവാക്കാം, നിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ ലോകമൊക്കെ ഒന്ന് വാഴാം എന്നുള്ള രീതിയിൽ നസ്രയത്തുകാർ ചിന്തിക്കുമ്പോൾ യേശു കർത്താവ് അതിന് മറുപടിയായിട്ട് പറയുന്നൊരു ഭാഗമാണ് ഇത്. ഒരു പ്രവാചകനും, അതായത് അവരുടെ ലോക്കൽ നീഡല്ല യേശു കർത്താവിനെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ മിഷൻ അതല്ല എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്. ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്നുള്ളത്. നമുക്കറിയാം, പ്രവാചകന്മാരെ എന്നും ഇസ്രയേലിയർ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. ഒരു റെപ്യൂട്ടേഷനും പ്രവാചകന്മാർക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ എലിശ, ഏലിയാവ് ഇവരെല്ലാം വലിയ വലിയ കാര്യങ്ങൾ ചെയ്തെന്ന് വിചാരിക്കും. പക്ഷേ വാസ്തവത്തിൽ ഇസ്രായേൽ ജനം എപ്പോഴും പ്രവാചകന്മാരെ ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ. അപ്പം ഇന്ന് പക്ഷേ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്. എന്താണെന്ന് അറിയത്തില്ല. പണ്ട് പ്രവാചകന്മാരെ ആർക്കും കണ്ടുകൂടായിരുന്നു. അതിൻ്റെ കാരണം എന്താ? പണ്ടത്തെ പ്രവാചകന്മാർ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ദൈവത്തിൽ നിന്ന് കേട്ടത് നമ്മുടെ ജീവിതത്തിൽ വേണ്ട തിരുത്തലുകളെക്കുറിച്ചും ഒക്കെ പറയുന്നത് കൊണ്ട് അവരെ ആർക്കും കണ്ടുകൂടായിരുന്നു. ഇപ്പോഴത്തെ പ്രവാചകന്മാർ അതൊന്നും പറയാതെ നമുക്ക് എന്താ കേൾക്കേണ്ടത് എന്നുള്ളത് പറയുന്നത് കൊണ്ട് നമുക്ക് അവരെല്ലാം വലിയ കാര്യമാണ് എന്നുള്ളതാണ് വാസ്തവം. യേശു കർത്താവ് ഇതിട്ട് ഒരു 2 കഥ അവിടെ പറയുകയാണ്. എന്താണ് പറയുന്നത്? ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ട് ദേശത്ത് എങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രയേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെ അടുക്കലേക്കും ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം എലീശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ സുറിയക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്ന് പറഞ്ഞു. യേശു കർത്താവ് വിടാൻ ഒഴുക്കമല്ല, വീണ്ടും 2 കഥകൾ അവരോട് പറയുകയാണ്. എന്താണ് ഈ 2 കഥകൾ? അതായത് ആ 2 കഥകൾക്ക് ഒരു പ്രിഫിക്സും കൂടെ ചേർത്തിട്ട്, അല്ലെങ്കിൽ ഒരു ആമുഖം കൂടെ ചേർത്തിട്ടാണ് യേശു കർത്താവ് ആ കഥ അവരോട് വിശദീകരിക്കുന്നത്. ഏലിയാവിൻ്റെ കാലത്ത് ഒരുപാട് വിധവമാർ ഇസ്രയേലിൽ ഉണ്ടായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടായത് ഏലിയാവിനെ അയച്ചത് സീദോനിൽ സരപ്തയിലുള്ള ഒരു വിധവയുടെ അടുക്കലേക്കാണ്. അപ്പോൾ നസ്രയത്തുകാരെ സംബന്ധിച്ചിടത്തോളം, യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്രയേലുകാരെ സംബന്ധിച്ചിടത്തോളം സീദോൻ എന്നൊക്കെ പറയുന്നത് ശത്രുരാജ്യമാണ്, അറക്കപ്പെട്ടവരാണ്, അവരാരും ദൈവഭാഗത്തേക്ക് വരാനേ പാടില്ല, ഞങ്ങളാണ് ദൈവത്തിൻ്റെ ആൾക്കാർ, അവരെല്ലാം വെറുക്കപ്പെട്ടവരാണ്. അപ്പോഴാണ് യേശു കർത്താവ് പറയുന്നത്, ഈ ഒരു കഥ പൊക്കിക്കൊണ്ട് വരുന്നത്, അന്ന് പല വിധവമാർ ഇസ്രയേലിൽ ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം പോയത് ആ ഒരു സരപ്തയിലുള്ള വിധവയ്ക്കാണ്. എന്നിട്ടും വിടുന്നില്ല. അടുത്തത് വീണ്ടും പറയുകയാണ്, എലിശായുടെ സമയത്ത് ഒരുപാട് കുഷ്ഠരോഗികൾ ഇസ്രയേലിൽ ഉണ്ടായിരുന്നെങ്കിലും
ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയത്, ദൈവത്തിൻ്റെ സൗഖ്യം കിട്ടിയത് സുറിയക്കാരനായ നയമാൻ എന്നുള്ള മിലിറ്ററി ഓഫീസർക്കാണ് എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് അതിനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറയുന്നത് അവരുടെ പോക്കറ്റിലാണ്, അല്ലേ? ഞങ്ങൾ മാത്രമാണ് ഒരു സ്പെഷ്യൽ പീപ്പിൾ, ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്, അബ്രഹാമിൻ്റെ മക്കളാണ്. സീദോന്യരും സുറിയക്കാരും അവരെല്ലാം എന്താണ്? ദൈവരാജ്യത്തിൻ്റെ ശത്രുക്കളാണ്, ദൈവത്തിൻ്റെ യാതൊരു ദയയ്ക്കും അവർ അർഹരല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലിരിക്കുന്ന ജനത്തിനോടാണ് യേശു കർത്താവ് ഈ രണ്ട് കഥകളും പറയുന്നത്. ജാതികളുടെ അടുക്കലേക്ക് ദൈവത്തിൻ്റെ കൃപ പോകുന്ന കാര്യമാണ് അവിടെ പറയുന്നത്. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ മെസ്സേജിലേക്ക് വരുവാണ്. ഞാൻ അത് വിശദീകരിച്ചതേ ഉള്ളൂ, ഞാൻ എൻ്റെ മെസ്സേജ് പറഞ്ഞില്ല. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ മെസ്സേജ് പറയാം. എന്താണ് ഈ യേശു കർത്താവിൻ്റെ നമുക്ക് ഒലിവുമല പ്രഭാഷണം അറിയാം, ബിയാറ്റിറ്റ്യൂഡ്സ് അറിയാം, അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഈ ഒരു നസ്രയത്തിലെ കർത്താവിൻ്റെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, ദൈവസഭയ്ക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന് ഞാൻ ചുരുക്കമായിട്ട് പറയാം. ഒന്ന്, ദ അൺഎക്സ്പെക്റ്റഡ് റെസിപ്പിയൻസ് ഓഫ് ഗോഡ്സ് പവർ. നമ്മൾ പ്രതീക്ഷിക്കാത്തവരാണ് ദൈവത്തിൻ്റെ ശക്തി പ്രാപിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്തവരാണ് ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്തവരാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമുക്കൊരു സ്പെഷ്യാലിറ്റി ഇല്ല, നമ്മൾ ദൈവത്തിൻ്റെ സ്പെഷ്യൽ പീപ്പിളാണെന്ന് പറഞ്ഞിരിക്കരുത്, നസ്രയത്തുകാരെ പോലെ ഇരിക്കരുത്. നമ്മൾക്ക് ചിന്തിക്കുന്നതിനപ്പുറമായ ആൾക്കാരിലൂടെ പ്രവർത്തിക്കാൻ, അവരോട് കരുണ കാണിക്കാൻ ദൈവത്തിന് കഴിയും എന്നതാണ് സത്യം. ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലിയതാണ്, അത് എല്ലാ ബാരിയേഴ്സിനെയും തകർത്ത് അപ്പുറത്തേക്ക് പോകുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് ഓർത്തുകൊള്ളുക. ഞാൻ വളരെ ചുരുക്കത്തിൽ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ മറ്റൊന്നിനുമല്ല പറയുന്നത്, ദൈവത്തിൻ്റെ ആ ഒരു രക്ഷയുടെ സ്കോപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു പയ്യൻ ട്യൂഷന് വരുമായിരുന്നു, ഒരു ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യനായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞങ്ങൾ പോയി. കുറേ നാളിന് ശേഷം ഡിഗ്രിക്കോ പി ജിക്കോ പഠിക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ വീടിൻ്റെ മുന്നിലൂടെ ബൈക്കിൽ പോകുമ്പോൾ അവനിങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന കണ്ടു. അപ്പോൾ ഞാൻ നിർത്തി സംസാരിച്ചു. അപ്പോൾ സംസാരിക്കുമ്പോൾ എന്തോ ഒരു വിഷമം അവനുള്ളതുപോലെ തോന്നി. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ വീട്ടിനകത്ത് എന്തൊക്കെയോ ബഹളം കേൾക്കുന്ന പോലെ ഉണ്ട്. അപ്പം ഞാൻ എന്താ വിഷയം ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, അവരുടെ ഒരു അടുത്ത ബന്ധു ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് എന്തോ ഒരു ഭൂതം ബാധിച്ചതുപോലെയുള്ള ഒരു പ്രശ്നം. ഇവൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, ഒരു ഭദ്രകാളി അമ്പലമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്നാൽ എന്തെങ്കിലും വിടുതൽ കിട്ടും എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായി, പക്ഷേ ഒരു രക്ഷയില്ല. ഇതുകൊണ്ടാണ് ഇവനിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്ത് പറയാൻ, എനിക്കാണെങ്കിൽ പണ്ടേ ഈ സുവിശേഷം പറയാൻ ഭയങ്കര പേടിയാണ്. എന്നാൽ ഈ മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരോട് സുവിശേഷം പറയാൻ ഭയങ്കര പേടി. എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല, എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ല. അതേസമയം നാമധേയ ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ട് സ്നാനപ്പെടണം എന്നൊക്കെ പറയാൻ ഒരു മടിയില്ല. അപ്പം ഞാൻ ശരി കാണാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് പോവുകയാണ്, എന്താ ചെയ്യേണ്ടത്, ഒരു പിടിയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് പോകുമ്പോഴുണ്ട് എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ വേറൊരു വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പം ദൈവം സഹായിച്ച് അവർ നമ്മുടെ DC സമൂഹൽ പാസ്റ്ററിൻ്റെ അവിടുത്തെ ആക്റ്റീവ് മെമ്പറാണ്. അപ്പം ഞാൻ വണ്ടി നിർത്തിയിട്ട്, ആൻറ്റി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇന്ന വീടറിയാമോ, അവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് സംഭവിച്ചതെല്ലാം ചരിത്രമാണ്. ഇവർ DC സമൂഹൽ പാസ്റ്ററേയും വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ പോയി, ആ കുട്ടിയുടെ ഭൂതം ഇറക്കി, ആ കുടുംബം മുഴുവൻ രക്ഷിക്കപ്പെട്ടു. ആ പയ്യൻ ഇന്നൊരു പാസ്റ്ററാണ്. പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ അറിയുമായിരിക്കും, ചർച്ച് ഓഫ് ഗോഡിലൊരു പാസ്റ്ററാണ്. സഹോദരി ഉണ്ടായിരുന്നു, സഹോദരി വിവാഹം കഴിച്ചതൊരു പാസ്റ്ററിനെയാണ്. ഞാൻ സുവിശേഷം ഒന്നും പറഞ്ഞില്ല, നമ്മൾ ആരും സുവിശേഷം പറഞ്ഞില്ല. എന്നാൽ ആ ദൈവത്തിൻ്റെ ഒരു രക്ഷയുടെ സ്കോപ്പ് നോക്കണേ. ദൈവത്തിന് മറ്റുള്ളവരെ വിടുവിക്കാൻ ഒത്തിരി താല്പര്യമുണ്ട്, ഒത്തിരി ആഗ്രഹമുണ്ട്. നമ്മൾ സുവിശേഷം പറഞ്ഞില്ലെങ്കിലും അവർ രക്ഷയിലേക്ക് വരണമെന്നൊന്ന് ആഗ്രഹിച്ചാൽ മതി, ദൈവം അതിന് വഴി തുറക്കും എന്നുള്ളതാണ്. വേറൊരു അനുഭവം കൂടെ ഞാൻ പറയാം. ഞാൻ MA പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലൊരു പയ്യനുണ്ട്, ഭയങ്കര ജിമ്മാണ്. പഴയ ജിമ്മെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സൈസാണ്, ഇപ്പോഴത്തെ ജിമ്മെല്ലാം മെലിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ഒരു പയ്യൻ, ഒരു ഭയങ്കര അന്നത്തെ ഒരു ബജാജ് കാവസാക്കി സ്പോർട്സ് ബൈക്കിലൊക്കെയാണ് വരുന്നത്. അപ്പം ഞാൻ അവനുമായിട്ട് ഒന്ന് പരിചയപ്പെട്ടു. അന്ന് ഞാൻ ICPF-ലൊക്കെ ആക്റ്റീവാണ്. അപ്പം നമ്മുടെ ഡോക്ടർ ഇടിച്ചെറിയ നൈനാൻ്റെ ഒരു മീറ്റിംഗ് 97-ൽ ട്രിവാൻഡ്രത്ത് വെച്ച് ICPF-കാർ ഓർഗനൈസ് ചെയ്തപ്പം വെറുതെ ഞാൻ അവനെ ഒന്ന് വിളിച്ചു. അപ്പം അവൻ വന്നു, അത് കഴിഞ്ഞിട്ട് പോയി. അപ്പോഴേക്ക് പരീക്ഷയെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല. കുറേ നാളിന് ശേഷം, ഞാൻ വിവാഹമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ നിർമ്മലാ ഭവൻ സ്കൂളിനടുത്തൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഇവൻ സ്കൂട്ടറിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നു. അപ്പോൾ എന്നെ കണ്ടത് ഇവൻ ഓടി വന്ന് കൈ തന്നിട്ട് പ്രൈസ് ദ ലോർഡ്
ഒരു ഹിന്ദു നായർ പയ്യനാണ്. പ്രൈസ് ഞാൻ അന്തം വിട്ടേ, ഇതെന്തൊരു കഥ, ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് പിന്നെ വിളിച്ച് ചോദിച്ചു. അന്നേരമാണ് പറയുന്നത്, അന്ന് ഞാൻ ഇടിച്ചെറിയുടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ല, അന്ന് ഞാൻ സത്യത്തിൽ രക്ഷിക്കപ്പെട്ടായിരുന്നു. പിന്നീട് ക്രമേണ അവൻ ദൈവഭാഗത്തേക്ക് വന്നു, ഒരു പെന്തക്കോസുകാരിയെ വിവാഹം കഴിച്ചു, വീട്ടിലെ എല്ലാ എതിർപ്പും മാറ്റി വെച്ചിട്ട് ഇന്ന് അവന് ഒരു 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 സഭയിലെ അംഗമാണ്. അതോടൊപ്പം സൺഡേ വള്ളക്കടവെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയി ആരാധനയും നടത്തുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇതാണ് നമ്മൾ അറിയേണ്ടത്, അൺഎക്സ്പെക്റ്റഡ് റെസിപ്പിയൻസ് ഓഫ് ഗോഡ്സ് പവർ. നമ്മൾ വിചാരിക്കും നമ്മൾ 100 പേര് കൂടെ ഇരുന്ന് നമുക്ക് ദൈവം ഇതാ നമുക്കത് വേണം, നമുക്കിത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊള്ളുക. അത് ഗോഡ്സ് സോവറിനിറ്റിയും കൂടെയാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് വേണ്ടി സഭ നടത്തി കംഫർട്ടബിളായിട്ട് ദൈവം ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം, ആർക്ക് വേണ്ടി പ്രവർത്തിക്കരുത്, ദൈവം ആരുടെ ഇടയിലാണ് എന്നൊക്കെയുള്ള ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ ഒരിക്കലും ഇരിക്കാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ സോവറിനിറ്റി നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ആത്മാവ്, യേശു കർത്താവിൻ്റെ ആത്മാവ് നമ്മളെക്കാട്ടിലും മുമ്പിലാണ്. തൻ്റെ രാജ്യത്തെ വെളിപ്പെടുത്തുവാൻ യേശു കർത്താവ് നമ്മളെക്കാട്ടിലും മുമ്പിലാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പുതിയ സ്ഥലങ്ങളിൽ, പുതിയ മുഖങ്ങളെ അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങളിൽ കൂടുതൽ ആൾക്കാരിലേക്ക് ദൈവരാജ്യം എത്തിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് മറന്നിട്ട് നമ്മളിൽ തന്നെ ഒതുങ്ങി നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തി നമുക്ക് തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പാടില്ല. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻക്ലൂസിവിറ്റി ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. പലപ്പോഴും നമ്മുടെ ദിവസവും കാണുന്ന ആൾക്കാർ, പത്രം ഇടുന്നവരാകാം, പാല് തരുന്നവരാകാം, സ്വിഗ്ഗിയിൽ വരുന്നവരാകാം, വീട് തുടയ്ക്കാൻ വരുന്നവരാകാം, ഇങ്ങനെയുള്ള വ്യക്തികൾ എന്നെങ്കിലും രക്ഷിക്കപ്പെടണം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണല്ലോ നയമാനെ സൗഖ്യമാക്കിയത്, അതുകൊണ്ടാണല്ലോ സർപ്തയിലെ വിധവയിലെ അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചത്. ആ ഒരു ഇൻക്ലൂസിവിറ്റിയാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ ഒരു ഇൻക്ലൂസിവിറ്റി ഇല്ലായിരുന്നെങ്കിൽ ഈ കേരളത്തിൽ കിടക്കുന്ന ജാതികളായ നമ്മൾ ഈ ദൈവസഭയ്ക്കകത്ത് വരത്തില്ലായിരുന്നല്ലോ. യഹൂദന്മാർ മാത്രമല്ലേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇവരോടെല്ലാവരോടും സുവിശേഷം പറയാൻ സാധിച്ചു എന്ന് വരില്ല. എങ്കിലും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരും കൂടെ ഈ ദൈവവചനം അറിയണം, അവരും കൂടെ ദൈവത്തെ അറിയണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ ദൈവം തീർച്ചയായിട്ടും ചില മുഖാന്തരങ്ങളെ ഒരുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നസ്രയത്തുകാർ വിചാരിച്ചു എന്താണ്, നമ്മുടെ ലോക്കൽ പയ്യൻ രാജാവായാൽ നമുക്ക് പ്രാമുഖ്യം കിട്ടും എന്നുള്ളതാണ് നസ്രയത്തുകാർ വിചാരിച്ചത്. എന്നാൽ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത് എന്താണ്, ഇസ്രായേലിലൂടെ മറ്റു ജാതികളെ അനുഗ്രഹിക്കാനാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. ദൈവം നമ്മളെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മളെ മാത്രം അനുഗ്രഹിച്ച് ഇവിടെ ഇരുത്താനല്ല, നമ്മളിലൂടെ മറ്റുള്ളവരെ, പുറത്തുള്ളവരെ അനുഗ്രഹിക്കാനാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാനായിട്ട് ഇടയാകരുത്. ബ്രേക്കിംഗ് ഡൗൺ ബാരിയേഴ്സ്, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ ബാരിയേഴ്സും ഇടിച്ചു കളയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. മശിഹ ആരാണെന്ന് യഹൂദന്മാർക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തത്. അന്ന് നമ്മളെക്കാട്ടിലും യഹൂദന്മാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ദേഷ്യം വന്നത്. അവർ യേശുവിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ദൈവം അന്യജാതിക്കാർക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ള ദേഷ്യമാണ് അവിടെ അവർക്ക് വന്നത്. അപ്പം ഇന്ന് പകൽക്കാലം ഈ ഒരു വചനത്തിൻ്റെ മുമ്പാകെ നമ്മുടെ ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ എന്താണ്? അന്ന് നസ്രയത്തുകാർ ദേഷ്യപ്പെട്ടതുപോലെ നമുക്ക് ദേഷ്യം വരുന്നുണ്ടോ? ഇനിയിപ്പോൾ ഇവരുടെ എല്ലാം പുറകെ നടക്കണോ? അല്ലെങ്കിൽ ഇവരെയെല്ലാം രക്ഷിക്കപ്പെടുക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണോ? നമ്മുടെ കാര്യം തന്നെ പ്രാർത്ഥിക്കാൻ ഇവിടെ സമയമില്ല അല്ലേ? ആ ഒരു ആഹ്വാനം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാണ്. ബ്രേക്കിംഗ് ബൗണ്ടറീസ് ഇൻ അവർ ലൈഫ്സ്. നമ്മുടെ മനസ്സിലുള്ള എല്ലാ ബൗണ്ടറീസും മാറട്ടെ. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നു. ബംഗാളികൾ ഒരുപാട് പേരുണ്ട്, അവരെയും കർത്താവ് സ്നേഹിക്കുന്നു. അവരും രക്ഷിക്കപ്പെടണം. നമ്മുടെ ചുറ്റുമുള്ള ദിവസവും നമ്മൾ കാണുന്ന അനേകരുണ്ടല്ലോ നമ്മളോടൊപ്പം ജോലി ചെയ്യുന്നവർ, അവരോടൊന്നും നമ്മൾ സുവിശേഷം പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അവരാരും രക്ഷിക്കപ്പെടണമെന്ന് പോലും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലല്ലോ. സുവിശേഷം പറയാൻ കഴിയുന്നില്ലെങ്കിൽ പറയണ്ട, പ്രാർത്ഥിച്ചാൽ മതി, ദൈവം വഴി തുറക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്.
ഇതാണ് നസ്രയത്തിലെ പ്രസംഗം. ഒലിവുമല പ്രഭാഷണത്തെക്കാട്ടിലും പ്രാധാന്യമുള്ളതാണ് യേശു കർത്താവിൻ്റെ നസ്രയത്തിലെ പ്രസംഗം. അത് കർത്താവിൻ്റെ മാനിഫെസ്റ്റോ ആണ് കർത്താവ് അന്ന് അവിടെ പ്രഖ്യാപിച്ചത്. ആരാണ് മശിഹ? മശിഹ എങ്ങനെയുള്ള രാജ്യമാണ് സ്ഥാപിക്കുന്നത്? എങ്ങനെയുള്ള സഭയാണ് മശിഹ സ്ഥാപിക്കാനായിട്ട് പോകുന്നത്? ആ ഒരു പ്രഖ്യാപനമാണ് അന്ന് നസ്രയത്തിൽ യേശു കർത്താവ് ചെയ്തത്. ഇന്ന് നമ്മൾ പാടിയപ്പോൾ നമ്മൾ റിവൈവലിനെക്കുറിച്ച്, ഉണർവിനെക്കുറിച്ച് നമ്മൾ പാടി. പാസ്റ്ററും ഉണർവിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഞാൻ ആഗ്രഹിക്കുന്ന ഉണർവ് നല്ലതാണ്. ഉണർവ് വന്നു കഴിയുമ്പോൾ എന്താണ്, മീറ്റിങ്ങുകളുടെ എണ്ണം കൂടും. ഇപ്പം സഭകളിൽ വരാത്ത വീടുകളിലിരിക്കുന്ന നമ്മുടെ അംഗങ്ങൾ സഭയിൽ വന്നു തുടങ്ങും. 12 മണിയാകുമ്പോൾ ആരും ക്ലോക്കിലേക്ക് നോക്കത്തില്ല. ചിലപ്പോൾ 1 മണി വരെ 2 മണി വരെയൊക്കെ നമ്മൾ ഇരിക്കും. ടൈത്ത് കൊടുക്കാത്തവരെല്ലാം ടൈത്ത് കൊടുക്കും. കൂടുതൽ ഇവൻറ്റ്സ് ഉണ്ടാകും, കൂടുതൽ പരിപാടികളുണ്ടാകും, ഇല്ലേ? അതല്ലേ ഉണർവ്? എന്നാൽ നമുക്ക് വേണ്ടത് ഉണർവിനേക്കാളും, ഉണർവ് നല്ലത് തന്നെ, റെലവൻസ് ആണ് വേണ്ടത്. ഈ സമൂഹത്തിൽ സഭയുടെ സ്ഥാനം എന്താണ്? ഈ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആ ഒരു റെലവൻസ് നമ്മുടെ സഭയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് തന്നെ ഒന്ന് താഴ്ത്താമോ? ഒരു വലിയ വിടുതലിൻ്റെയോ ഉണർവിൻ്റെയോ അല്ലെങ്കിൽ ഒരു തീപ്പൊരി പ്രസംഗമൊന്നുമല്ല, മറിച്ച് ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന, നമ്മുടെ ഹൃദയത്തിലുള്ള, മനസ്സിലുള്ള എല്ലാ ബാരിയേഴ്സും ഇടിച്ചു കളഞ്ഞിട്ട് മറ്റുള്ളവരിലേക്ക് കർത്താവിൻ്റെ സുവിശേഷം, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ രാജ്യത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് സാധിക്കുമോ? നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് ഹല്ലേലൂയ എരിവുള്ളവരാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ തന്നെ തൃപ്തിപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തു തരട്ടെ, അത് തരണമേ, ഇത് തരണമേ എന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നവരായിട്ടല്ല കർത്താവെ, അങ്ങയുടെ സ്നേഹം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങളുടെ കർത്താവേ സ്തോത്രം, ഞങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, ഞങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് തിരിച്ചറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നമ്മുടെ ജീവിതം മെച്ചപ്പെടേണ്ടതിന് മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവെ, മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഒരു സമർപ്പണം ഞങ്ങൾക്ക് തരണമേ. മറ്റുള്ളവരോട് കർത്താവെ ഒരു പക്ഷേ സുവിശേഷം ശരിക്കും പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഒരു സുവിശേഷം കേൾക്കാനുള്ള മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവെ സ്തോത്രം, ഞങ്ങളുടെ സഭകളിൽ ഒരു ഉണർവ് മാത്രമല്ല കർത്താവെ, നമ്മുടെ സമൂഹത്തിൽ ഒരു റെലവൻസ് കൂടി ഈ സഭയ്ക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.